അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത് ഒരു ഇറാനി പോളയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഈ പോള എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല കഴുകി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് ഉപ്പ് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാനൊന്ന് കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറുനാരങ്ങൻ്റെ നീരൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ പിന്നെ ചേർത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇത് മാത്രം തന്നെ ചെയ്തിട്ടുള്ളൂ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടി മാത്രം കുഴച്ചിട്ട് ഇങ്ങനെ വെച്ചതാണ്. അപ്പം ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ ചിക്കൻ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതൊക്കെ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നിങ്ങളിങ്ങനെ ഫ്രൈ ആക്കാതെ പിന്നെ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുമല്ലോ, അങ്ങനെ വേവിച്ചിട്ട് പിച്ചി ഇടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനേക്കാളൊക്കെ പോളക്ക് ടേസ്റ്റ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ എല്ലാറ്റിനും അങ്ങനെയാണ് എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് കൈയോണ്ടൊന്ന് പിച്ചിയിട്ടൊന്ന് ചെറുതാക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം ഒന്ന് പിച്ചി ചെറിയ ചെറിയ പീസാക്കുന്നുണ്ട്. ഇതൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റി ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഓയിലൊന്ന് മുക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഒരുപാട് കൂടുതൽ ഓയിൽ വേണ്ട. അപ്പം നമ്മൾ ഈ ചട്ടിയിൽ തന്നെ നമ്മൾ 2 സവാള പിന്നെ മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് വഴറ്റിയെടുക്കുകയാണ്. സവാള നല്ലൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പിന്നെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടിക്കോളും. ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള പൊടികൾ ഇട്ട് കൊടുക്കാൻ വരെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ലൊന്ന് വഴറ്റിയെടുക്കാം. ഗരം മസാല പൗഡറും ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പിന്നെ വറുത്ത് പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ കൈകൊണ്ട് നമുക്ക് പിച്ചി ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടത് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് മേലൊന്ന് ഇട്ട് കൊടുക്കാം, ലാസ്റ്റ് മേലിട്ട് കൊടുക്കാനാണ്. അപ്പോൾ നമ്മൾ ഈ ചിക്കനും കൂടി ഇട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മല്ലിയില ഇല്ലാത്തപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ഗ്ലാസ് പാല്, ഒരു 1/4 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് കാച്ചിയ പാലല്ല, പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ എടുത്താണ്. പാലും ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3/4 ഗ്ലാസ് ഓയിൽ സൺഫ്ലവർ ഓയിൽ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ടേൻ്റെ രുചിയൊന്നും മുന്നിട്ട് നിൽക്കില്ല. എന്നിട്ട് നല്ല ഒന്ന് അടിച്ചെടുക്കണം. നല്ല പിന്നെ എല്ലാം മിക്സായി നല്ല അടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ഞാൻ നല്ല അടിച്ചെടുത്തത്. ഇതിൻ്റെ ഇത് ഈ ഇതാണ്, ഇത്ര ലൂസാണിത് വേണ്ടത്. ഇതാണ് ഇതിൻ്റെ പാകം. പിന്നെ ഈ ലൂസ് പാകമാണ്. ഈ ഒരു ലൂസിലാണ് നമുക്ക് ഈ മാവ് വേണ്ടത്. അപ്പം ഇനി നമുക്ക് ഈ ഒരു പാനിലാണ് ഞാൻ അത് സെറ്റ് ചെയ്യണത്. ഇതിൽ കുറച്ച് ഓയിൽ വെച്ചിട്ട് നല്ലൊന്ന് എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മുട്ടയും പാലൊക്കെ ഉണ്ടാക്കി വെച്ച ഈ മാവുണ്ടല്ലോ, ഇതിൽ നിന്ന് പകുതി നമ്മൾ ആദ്യം ഇതിൽ ഒഴിച്ച് കൊടുക്കുക. പകുതി നമുക്ക് പിന്നെ മുകളിൽ ഒഴിക്കാനുള്ളതാണ്. പകുതി ഒഴിച്ചിട്ട് ഒരു 4-5 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേവിച്ചെടുത്തു. അപ്പോൾ
പിന്നെ കുറച്ചൊന്ന് വെന്തിട്ടുണ്ട്, മുഴുവനായിട്ട് വെന്തിട്ടില്ല, കുറച്ച് മാവ് മുകളിലുള്ള ഉണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മസാല ഉണ്ടല്ലോ, ഈ മസാല മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മസാല കുറച്ച് നല്ല വേണം, അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമ്മൾ ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇതിങ്ങനെ അരികൂടെ ഇങ്ങനെ ഒഴിച്ചിട്ട് സെൻറ്ററൊക്കെ കൊണ്ടുവരാം. ബാക്കി മുഴുവൻ മാവും ഞാൻ ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ മാറ്റി വെച്ച ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ് ഇതുപോലെ ഇട്ട് കൊടുക്കണത്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതുണ്ട്, അതും ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്യാപ്സിക്കം ഇതുപോലെ വെച്ചെടുക്കാം. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നാൽ മതി. ഇതിപ്പോൾ നമ്മൾ ചെറിയ തീരമാണ് വെക്കാൻ. അടിയിലൊരു പഴയൊരു പാത്രം വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയൊരു തീര് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അപ്പോൾ തുറന്ന് നോക്കി. അപ്പോൾ ഇതുപോലെ വെന്ത് വന്നിട്ട് അപ്പം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിക്കണമെന്ന് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാവൊന്നും ഇതിമേൽ പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്, മാവൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇത് പിന്നെ മുകൾ ഭാഗം ഒന്ന് പിന്നെ കളർ മാറ്റിയെടുക്കേണ്ടത്. നമുക്ക് ഇതൊരു പിന്നെ അരിയൊക്കെ ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്കൊന്ന് കമിഴ്ത്തിയാൽ മതി. വേറൊരു പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ പിന്നെ പുരട്ടി കൊടുത്താൽ മതി, ഒരുപാട് ഓയിലൊന്നും വേണ്ട. എന്നിട്ട് ഇത് ആ പാനിലേക്കാണ് കമിഴ്ത്തുക. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടില്ല, നമുക്ക് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മറ്റേ ഭാഗം കൂടെ ഒന്ന് കളർ മാറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ കമിഴ്ത്തി കൊടുത്തത്. അപ്പോൾ ഒക്കെ നമ്മളെ പോള ഇവിടെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇറാനി പോളയാണ് റെഡി ആയിട്ടുള്ളത്. പിന്നെ ഇതൊന്നും ഒന്ന് മുറിച്ച് കാണിക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്, ഉണ്ടാക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പോൾ ചട്ടിപ്പാത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിക്ക് ചപ്പാത്തി വരട്ടുക ദോശ ചുടൊക്കെ വേണ്ട, ഇതൊന്നും വേണ്ട. ഇതിപ്പോൾ നല്ല ടേസ്റ്റാണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്, അതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുള്ളൊരു വിഭവമാണ്. പിന്നെ ഗസ്റ്റുകളൊക്കെ വരും ഉണ്ടാക്കാൻ, ഇനിയിപ്പോൾ നമുക്ക് നോമ്പ് തുറക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലൊരു വിഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊന്നും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.